ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കമ്പനി മീറ്റിങ്ങിൻ്റെ ചാപ്റ്ററിൽ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വിജിൽ മെക്കാനിസം ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ഷൻസ് അഗെയിൻസ്റ്റ് ഫ്രിവോളസ് കംപ്ലയിൻറ്റ്സ്. Frivolence means that the matters which are not very serious or the matters which are very like silly matters. In case of repeated frivolous complaints being filed by a director or an employee, the audit committee or the director nominated to play the role of audit committee may take suitable action against the concerned director or employee, including reprimand. അതായത് കമ്പനിയിൽ എന്താണ് ഒരു ഓഡിറ്റ് കമ്മിറ്റീനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യൂലേ. അതായത് കമ്പനി റിലേറ്റഡ് മാറ്റേഴ്സിൽ എന്താണ് ഒപ്പീനിയൻസ് പറയാനും അല്ലെങ്കിൽ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഓഡിറ്റ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയിൽ എന്താണ് അതിനൊരു ഡയറക്ടർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു ഡയറക്ടറായിട്ട് നോമിനലി ഒരു റോള് വഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ എന്താണ് ഡയറക്ടേഴ്സ് ഏതെങ്കിലും ഒരു സില്ലി മാറ്റേഴ്സിനെ പറ്റിയിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റിൻ്റെ മേലെ എന്താണ് ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റി അതിൻ്റെ മേലെ എന്താണ് അവർക്കൊരു വാണിംഗ് കൊടുക്കുക. അതായത് ഇൻക്ലൂഡിങ് എ റിപ്രിമെൻറ്റ് മീൻസ് ദാറ്റ് കൺസേൺഡ് ഡയറക്ടർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്താണ് ഓഡിറ്റ് കമ്മിറ്റി ഒരു വാണിംഗ് കൊടുക്കും. റിപ്രിമെൻറ്റ് മീൻസ് ദാറ്റ് ഒരു വാണിംഗ് കൊടുക്കുക. അതായത് കൺസേൺഡ് ആയിട്ടുള്ള, അതായത് ആരാണോ ഇത് ഡയറക്ടേഴ്സും എംപ്ലോയീസും എന്താണ് ചില സില്ലി മാറ്റേഴ്സിൽ കംപ്ലയിൻറ്റ് ഓഡിറ്റ് കമ്മിറ്റിക്ക് ഫയൽ ചെയ്യും. ദെൻ ഓഡിറ്റ് കമ്മിറ്റി എന്താണ് ആ കൺസേൺഡ് മാറ്റേഴ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആരാണോ അവർക്കെതിരെ ആക്ഷൻസ് എടുക്കും. ദെൻ അവരെ എന്താണ് വാൺ ചെയ്യും. അതാണ് ആക്ഷൻ അഗേൻസ്റ്റ് ഫ്രിവോളസ് കംപ്ലയിൻറ്റ്സ്. ഫ്രിവോളസ് മീൻസ് ദാറ്റ് ദ മാറ്റേഴ്സ് വിച്ച് ആർ നോട്ട് സീരിയസ് ലൈക്ക് എ സില്ലി മാറ്റേഴ്സ്. നെക്സ്റ്റ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് കമ്മിറ്റി. അതായത് ഓഡിറ്റ് കമ്മിറ്റിയുടെ നോമിനേഷൻസും അതിൻ്റെ റെമ്യൂണറേഷനും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 or more നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഔട്ട് ഓഫ് വിച്ച് നോട്ട് ലെസ് ദാൻ 1/2 ഷാൾ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് ഓഡിറ്റ് കമ്മിറ്റിയിൽ എന്താണ് 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിലെന്താണ് 3 അല്ലെങ്കിൽ എന്താണ് മോർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 or more നോൺ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. അതിലൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട് ഓഫ് വിച്ച് നോട്ട് ലെസ് ദാൻ 1/2 ഷാൾ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതായത് 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കും. Then the chairperson of the company can be appointed as a member of this committee but shall not chair such committee. അതായത് കമ്പനിയുടെ ചെയർപേഴ്സൺ എന്താണ് ഈ ഒരു കമ്മിറ്റിയിൽ, അതായത് ഓഡിറ്റ് കമ്മിറ്റിയിലൊരു മെമ്പറായിട്ട് എന്താണ് ചെയർപേഴ്സണെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ദെൻ മെമ്പർ ഓഫ് ദിസ് കമ്മിറ്റി ബട്ട് ഷാൾ നോട്ട് ചെയർ സച്ച് എ കമ്മിറ്റി. അതായത് ആ ഒരു കമ്മിറ്റീനെ ചെയർ ചെയ്യാനുള്ള ഒരു റേറ്റ് എന്താണ് ആ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കില്ല. അതായത് ചെയർപേഴ്സണെ നമ്മളൊരു മെമ്പറായിട്ട് മാത്രമാണ് ഓഡിറ്റ് കമ്മിറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഓഡിറ്റ് കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റീനെ ലീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടല്ല നമ്മൾ ആ ഒരു വ്യക്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മിറ്റി ടു ഐഡൻറ്റിഫൈ ദ പേഴ്സൺസ് ടു ബിക്കം ഡയറക്ടേഴ്സ് ആൻഡ് ഓൾസോ ഇൻ ദ സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി അക്കോർഡിംഗ് ടു ദ ക്രൈറ്റീരിയ ലേ ഡൗൺ. അതായത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്, അതായത് ആ ഓഡിറ്റ് കമ്മിറ്റീസിൻ്റെ ഡയറക്ടേഴ്സ് ആവേണ്ട പേഴ്സൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി, ആ ഒരു കമ്പനിയിലെ സീനിയോറിറ്റി ബേസിലാണ് ഓഡിറ്റ് കമ്മിറ്റി എന്താണ് അതിൻ്റെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദേ ക്യാൻ റെക്കമെൻഡ് appointment and removal and shall carry out evaluation of every director's performance. അതായത് എന്താണ് കമ്പനിയിലുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനും റെക്കമെൻഡേഷൻസ് കൊടുക്കാനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട് ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയിൽ എന്താണ് 3 or more എന്താണ് നോൺ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരു മെമ്പർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഔട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കും.
ദെൻ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, കമ്പനി ചെയർപേഴ്സൺ അതിലൊരു മെമ്പർ ആയിരിക്കും. ദെൻ ഓഡിറ്റ് കമ്മിറ്റീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിന് ഡയറക്ടേഴ്സിന് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ കമ്പനിയുടെ സീനിയോറിറ്റി ബേസിൽ ആരൊക്കെയാണ്, മാനേജ്മെൻറ്റിൻ്റെ സീനിയോറിറ്റി ബേസിൽ ആരൊക്കെയാണ് കമ്പനീസിൻ്റെ ഡയറക്ടർ ആവാനായിട്ട് എന്താണ് ക്വാളിഫൈ ആയിട്ടുള്ളവർ, അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനുള്ള റേറ്റ് എന്താണ് ഓഡിറ്റ് കമ്മിറ്റിക്ക് എന്താണ് പോസിബിളാണ്. നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വരുന്ന ഒരു കമ്മിറ്റിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി റിലേറ്റഡ് പാർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 178 അണ്ടർ സെക്ഷൻ 15 സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത്. എവറി കമ്പനി ഹാസ് മോർ ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് ആൻഡ് any other security holders shall constitute a stakeholders relationship committee with a non-executive director as a chairperson. Other members decide by the board. അതായത് 1000 ഒരു കമ്പനിക്ക് എന്താണ് മോർ ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഷെയർസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്താണ് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ കമ്മിറ്റിയിൽ എന്താണ് ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ടായിരിക്കും. അയാളായിരിക്കും ആ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഡിസൈഡഡ് ബൈ ദ ബോർഡ്. ദെൻ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന അതർ പേഴ്സൺസ് അതിൽ മെമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈവൻ മോർ ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ഉള്ളൊരു കമ്പനിക്ക് എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്താണ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ആ കമ്മിറ്റിയിൽ എന്താണ് ഒരു നോൺ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡയറക്ടർ ആയിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ. അതർ മെമ്പേഴ്സിനെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ബോർഡായിരിക്കും ഡിസൈഡ് ചെയ്യുക വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ ഓഫ് ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റിയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയസ് അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അതായത് കമ്പനി റിലേറ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇവർക്കിടയിലുള്ള എന്താണ് ഒഫൻസസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ക്ലെയിംസ് അല്ലെങ്കിൽ അവരുടെ ഗ്രീവൻസസ് ഒക്കെ എന്താണ് റിഡ്രസൽ ചെയ്യുക എന്നുള്ളതാണ്. ദ ചെയർപേഴ്സൺ ഓഫ് ദ കമ്മിറ്റി ഹാസ് ദ റൈറ്റ് ടു അറ്റൻഡ് ദ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും അല്ലേ, അതായത് നോൺ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡയറക്ടർ ആയിരിക്കും ചെയർപേഴ്സൺ. ആ ഒരു ചെയർപേഴ്സൺ എന്താണ് കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനുള്ള റേറ്റ് എന്താണ് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് വഴി എന്താണ് അവർക്ക് ആ ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ദെൻ മിനിറ്റ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. ആസ് പെർ സെക്ഷൻ 118 എവറി കമ്പനി മസ്റ്റ് മെയിൻറ്റെയിൻ minutes of all proceedings of every meeting of its board of directors in the book kept for the purpose within 30 days of the conclusion of such meeting. അതായത് ഒരു കമ്പനിയിൽ എന്താണ് കമ്പനിയുടെ മീറ്റിംഗ്സ് നടക്കുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻസ് എന്താണ് സർക്കുലേറ്റ് ചെയ്യൂലേ. റെസൊല്യൂഷൻ സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനീസിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ കമ്പനി മീറ്റിങ്ങിൽ എന്ത് ഡിസിഷനാണോ പാസ് ചെയ്യുന്നത് അതൊരു റെസൊല്യൂഷനായിട്ട് ഒരു പ്രമേയമായിട്ട് അത് പാസ് ചെയ്യും. അതെല്ലാ മെമ്പേഴ്സിൻ്റെ ഇടയിലും സർക്കുലേറ്റ് ചെയ്യും. ദെൻ അങ്ങനെ ഒരു പ്രമേയം അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കമ്പനി അതിൻ്റെ മിനിറ്റ്സിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ അത് മീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്താണ് അതിൽ റെക്കോർഡ് ചെയ്യണം. അപ്പം മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 118 പ്രകാരം എല്ലാ കമ്പനീസും എന്താണ് ഒരു മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് കീപ്പ് ചെയ്യണം. അതായത് ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, മീറ്റിങ്ങിന് എത്രത്തോളം പേരാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, ദെൻ അവരുടെ സിഗ്നേച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടക്കുന്ന ഒരു ബുക്ക് എന്താണ് അവർ കെപ്റ്റ് ചെയ്യണം. അതായത് ഒരു മീറ്റിംഗ് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വിത്തിൻ 30 days ഓഫ് ദ കൺക്ലൂഷൻ ഓഫ് സച്ച് മീറ്റിംഗ് ദെൻ എന്താണ് വിത്തിൻ 30 daysൻ്റെ ഉള്ളിൽ എന്താണ് ആ ഒരു മീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കൺക്ലൂഷൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു മിനിറ്റ്സ് എന്താണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ നെയിംസ് ഓഫ് ദ ഡയറക്ടേഴ്സ് അറ്റ് ദ മീറ്റിംഗ്. അതായത് ആ മീറ്റിങ്ങിൽ ആരൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് അവരുടെ നെയിം. ഇഫ് എനി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എ ഡയറക്ടർ ക്യാൻ ഇൻസിസ്റ്റ് ദാറ്റ് ഈസ് ഡിഫറൻസ് ബി റെക്കോർഡഡ് ഇൻ ദ മിനിറ്റ്സ്. അപ്പോൾ കമ്പനി എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിനോട് ഒപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഡിസപ്രൂവൽ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ നെയിം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഹാവ് ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ടു ഇൻക്ലൂഡ് ഓർ നോട്ട് ഇൻക്ലൂഡ് എനി മാറ്റർ ഇൻ ദ മിനിറ്റ്സ് വിത്ത് സഫിഷ്യൻറ്റ് റീസൺ. അതായത്
ഒരു കമ്പനിയുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ഒരു മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ അയാളുടെ സെൽഫായിട്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ളതിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അൺഅവോയ്ഡ് ചെയ്യാതിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു പവർ എന്താണ് ചെയർപേഴ്സണ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 30 days എന്താണ് അതിൻ്റെ ഫുൾ റെക്കോർഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ മിനിറ്റ്സിൽ ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആവുന്ന എല്ലാ ഡയറക്ടേഴ്സിൻ്റെ നെയിം ഉണ്ടായിരിക്കണം, അവിടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് കമ്പനി മിനിറ്റ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. Then the minutes kept in accordance with the provisions of the section shall be evidence of the proceedings record. അതായത് ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസിഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആ ഓരോ പ്രൊവിഷൻസിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ എവിഡൻസ് എന്താണ് അതിന് കൺസേൺഡ് ആയിട്ടുള്ള മിനിറ്റ്സിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് എനി ഡിഫാൾട്ട് ഈസ് മേഡ് ഇൻ കംപ്ലൈനിങ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ മിനിറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി മീറ്റിംഗ്, ദ കമ്പനി ഷാൾ ബി ലയബിൾ ടു പെനാൽറ്റി ഓഫ് ₹25,000 ആൻഡ് എവരി ഓഫീസർ ഓഫ് ദ കമ്പനി ഹൂ ഈസ് എൻ ഡിഫാൾട്ട് ഷാൾ ബി ലയബിൾ ടു പേ ₹5,000. അപ്പോൾ അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ മിനിറ്റ്സ് കീപ്പ് ചെയ്യുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള പ്രൊവിഷൻസും ഫോർമാലിറ്റീസും മാനേഴ്സും സ്ട്രക്ചേഴ്സും ഉണ്ട്. ഈവൻ ഒരു കമ്പനി അതിൻ്റെ മിനിറ്റ്സ് കീപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ റെക്കോർഡിന് മിസ്മാച്ച് വരികയെന്ന സിറ്റുവേഷനിൽ എന്താണ് കമ്പനീസിലെ എല്ലാ മെമ്പേഴ്സിനും എന്താണ് ഒരു ലയബിലിറ്റി ഉണ്ട് അല്ലേ, ഒരു പെനാൽറ്റി എമൗണ്ട് ₹25,000 അവർ പേ ചെയ്യണം. അല്ലെങ്കിൽ എവരി ഓഫീസർ ഓഫ് ദ കമ്പനി ഷാൽ ബി മേക്കിംഗ് ഡിഫാൾട്ട് ഷുഡ് ബി ലയബിൾ ടു പേ ₹5,000. Then if a person is found guilty of tampering with the minutes of the proceedings of meeting shall be punishable with the imprisonment for term which may be extended to 2 years and within a fine up to 25 to 1 lakh rupees. അതായത് ചില പേഴ്സൺസ്, അതായത് ഏതെങ്കിലും ഒരു പേഴ്സൺ എന്താണ് റോങ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റോങ് ആയിട്ട് എന്തെങ്കിലും ഒഫൻസസ്, ടാമ്പറിങ് മീൻസ് ദാറ്റ് ഇൻ്റർഫറൻസ്, ഗിൽറ്റി മീൻസ് ദാറ്റ് റോങ് ഡൂയിങ്, അതായത് റോങ് ആയിട്ട് എന്തെങ്കിലും ഇൻ്റർഫറൻസ് ആ ഒരു കമ്പനിയുടെ മിനിറ്റ്സിൽ, കമ്പനിയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീഡിങ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ചോ അല്ലെങ്കിൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റെപ്രസെൻറ്റേഷൻ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഷാൽ ബി പണിഷബിൾ വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഫോർ ടേം വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ടു 2 years. അതായത് മിനിറ്റ്സിൽ വരുത്തുന്ന എന്താണ് ഡിഫോൾട്ടിന് അല്ലെങ്കിൽ എന്താണ് മിനിറ്റ്സിൽ അയാൾ സെൽഫായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സെൽഫായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ചിങ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് 2 years ഇംപ്രിസൺമെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു 25,000 to 1 lakh റേഞ്ചിൽ വരുന്നൊരു പെനാൽറ്റിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു കമ്പനിയുടെ മിനിറ്റ്സും ദെൻ അതിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ട പ്രൊവിഷൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. Then the minutes kept in accordance with the provisions of this section shall be then secretary's duties regarding the board meetings. ദെൻ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു കമ്പനി സെക്രട്ടറിക്കുള്ള റോൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ ആണ് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. ഒരു കമ്പനിയുടെ ഈച്ച് ആൻഡ് എവറി ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എല്ലാ റിലേറ്റഡ് മാറ്റേഴ്സിലും അഫേഴ്സിലും എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അത്രത്തോളം റോളാണ് ഒരു കമ്പനിയിൽ സെക്രട്ടറിക്ക് എന്താണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്താണ്, ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്. അപ്പം മീറ്റിങ്ങിൻ്റെ മുന്നേ 3 ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബിഫോർ മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ്, ആഫ്റ്റർ മീറ്റിംഗ്. ഈ 3 കേസിലും എന്താണ് ഒരു സെക്രട്ടറിയുടെ റോൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ബിഫോർ ദ മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ടു ഗിവ് എ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ടു ഈച്ച് ഓഫ് ദ ഡയറക്ടർ, അതായത് കമ്പനിയിലെ എല്ലാ ഡയറക്ടേഴ്സിനും എന്താണ് കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. ടു പ്രിപ്പയർ ആൻഡ് സർക്കുലേറ്റ് ദ അജണ്ട ഫോർ ദ മീറ്റിംഗ്. ദെൻ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി കമ്പനിയുടെ മീറ്റിങ്ങിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കാണ് മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. To have available at the meeting documents, records, correspondence, etc. with reference to the agenda. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ അജണ്ടയോട് കൂടി എന്താണ് മീറ്റിങ്ങിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് അതും വെരിഫൈ ചെയ്യണം.
ടു മേക്ക് ആൾ അതർ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ മീറ്റിംഗ്. ദെൻ മീറ്റിങ്ങിന് വേണ്ട ബാക്കിയുള്ള എല്ലാ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും എന്താണ് എൻഷുർ ചെയ്യണം. ടു ഇഷ്യൂ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ദ ഓഡിറ്റേഴ്സ്, സോളിസിറ്റേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി വൂസ് പ്രസൻസ് മേ ബി നെസറി അറ്റ് ദ മീറ്റിംഗ്. അതായത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിലെ മീറ്റിങ്ങിൽ എന്താണ് ചില ലീഗൽ പേഴ്സൺസ് കമ്പൽസറി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനി വൈൻഡിങ് അപ്പ് കാണുന്നെങ്കിൽ അവിടെ എന്താണ് കമ്പനിയുടെ ലിക്വിഡേറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാൻ ഓഡിറ്റേഴ്സൊക്കെ വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത്രത്തോളം പെർട്ടിക്കുലർ പേഴ്സൺസിന് നീഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവരെയും ഇൻവൈറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് പവർ സെക്രട്ടറിക്ക് ഉണ്ട്. അതായത് ബിഫോർ ദ മീറ്റിങ്ങിൻ്റെ കേസിൽ. നെക്സ്റ്റ് അറ്റ് ദ മീറ്റിംഗ്. ദെൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിക്കുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ടു അറ്റൻഡ് ദ മീറ്റിംഗ് ആൻഡ് അസിസ്റ്റ് ദ ചെയർമാൻ ഇൻ ഇറ്റ്സ് കണ്ടക്ട്. അതായത് മീറ്റിങ്ങിൽ സെക്രട്ടറിയും അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് ചെയർമാനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യണം. ടു സെക്യൂർ സിഗ്നേച്ചർ ഓഫ് ദ ഡയറക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ അറ്റൻഡൻസ് രജിസ്റ്റർ. അതായത് ഡയറക്ടേഴ്സിൻ്റെ സിഗ്നേച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ വെരിഫിക്കേഷൻ റിമാർക്സ് എന്താണ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ എൻഷുർ ചെയ്യണം. ടു അസർടൈൻ ദ കോറം ആൻഡ് ഇൻഫോം ഇറ്റ് ടു ദ ചെയർമാൻ. അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ് കോറം എന്ന് പറയുന്നത്. അപ്പോൾ കോറം മെമ്പേഴ്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. അത് കൺഫേം ചെയ്തിട്ട് എന്താണ് ചെയർമാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ടു അസർടൈൻ ടു റീഡ് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഇഫ് റിക്വയർഡ്. ദെൻ വേണമെങ്കിൽ എന്താണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എന്താണ് എല്ലാ പേഴ്സൺസും ഗ്യാദർ ചെയ്യുന്ന ആ ഒരു ഒക്കേഷനിൽ വേണമെങ്കിൽ സെക്രട്ടറിക്ക് എന്താണ് അത് റീഡ് ചെയ്യാം. ടു നോട്ട് ഡിസിഷൻ ടേക്കൺ അറ്റ് ദ മീറ്റിംഗ് ആൻഡ് റെക്കോർഡ്സ് ആൾ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. അതായത് ദെൻ മീറ്റിങ്ങിൽ ഒരു ഡിസ്കഷൻ വഴി എന്ത് ഡിസിഷൻസ് ആണ് നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് എല്ലാ പ്രൊസീഡിങ്സും നമ്മളുടെ മിനിറ്റ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള ഡ്യൂട്ടീസും സെക്രട്ടറിക്ക് എന്താണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ട്. ദെൻ ആഫ്റ്റർ ദ മീറ്റിംഗ് ഒരു സെക്രട്ടറിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഉള്ളതെന്നുള്ളത്? ടു പ്രിപ്പയർ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആൻഡ് കീപ് ദം റെഡി ഫോർ അപ്രൂവൽ അറ്റ് ദ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. ടു ടേക്ക് സ്റ്റെപ്സ് ടു ക്യാരി ഔട്ട് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഇഫ് dividend is declared, issue of new shares, issue of bonus shares, issue of right shares, etc. decided and inform the matters to stock exchange. അപ്പോൾ ആഫ്റ്റർ ദ മീറ്റിങ്ങിൽ എന്താണ് ഒരു സെക്രട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കമ്പനിയുടെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, അത് ഡീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓർഡർലി അത് കീപ്പ് ചെയ്യുക. ഇത് നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിൻ്റെ അപ്രൂവൽ വരെ എന്താണ് ആ ഒരു മിനിറ്റ്സ് എന്താണ് കീപ്പ് ചെയ്തിട്ട് സേഫ് കസ്റ്റഡിയിൽ അത് കീപ്പ് ചെയ്യുക. ടു ടേക്ക് സ്റ്റെപ്പ് ടു ക്യാരി ഔട്ട് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഡയറക്ടേഴ്സ് മീറ്റിംഗ്. ഡയറക്ടേഴ്സ് മീറ്റിംഗ് വഴി നമ്മൾ ഡിസൈഡ് ചെയ്ത ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്താണ് പ്രാക്ടിക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള സ്റ്റെപ്സ് എന്താണ് ഫോളോ ചെയ്യുക. ഇഫ് ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ്, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർസ് ഡിസൈഡഡ് ആൻഡ് ഇൻഫോം. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഷെയർസിൻ്റെ മാറ്റേഴ്സിലാണ്, അല്ലെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനാണ്. ഇങ്ങനെ ഷെയർ റിലേറ്റഡ് മാറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മളുടെ കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്താണ് ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇതാണ് ആഫ്റ്റർ മീറ്റിങ്ങിൽ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. Then statutory meeting. It is the first meeting of shareholders of a public company having share capital and is held once in the lifetime of a company. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് കമ്പനീനെ സംബന്ധിച്ച് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്താണ് ഫസ്റ്റ് മീറ്റിംഗ് എന്ന കണ്ടക്ട് ചെയ്യുന്നതാണ്. ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിലായിട്ട് ഫസ്റ്റായിട്ട് ഹെൽഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇറ്റ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ 6 months ആഫ്റ്റർ ഇറ്റ്സ് കമൻസ്മെൻറ്റ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് നോട്ട് ലെസ് ദാൻ 1 month, അതായത് ഒരു മാസത്തിൽ കുറയാൻ പാടില്ല, എന്നാൽ എന്താണ് 6 മാസത്തിൽ കൂടാൻ പാടില്ല. അതായത് 1 to 6 months ഉള്ളിൽ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. Then a private limited company and company limited by guarantee not having share capital need to hold a statutory meeting. Then ഒരു പബ്ലിക് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതിന് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോസിബിൾ ഉള്ളൂ. അതർവൈസ് ഒരു പ്രൈവറ്റ് കമ്പനിക്കും അതുപോലെ തന്നെ എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അവർക്കും എന്താണ് ഷെയർ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്കും അതുപോലെ തന്നെ എന്താണ് ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അവർക്കും ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ എസെൻഷ്യൽ അല്ല.
ദെൻ നെക്സ്റ്റ് ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു റിപ്പോർട്ട് നമ്മൾ എന്താണ് സെൻഡ് ചെയ്യണം. ദ ഡയറക്ടേഴ്സ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻഡ് സെൻഡ് എ റിപ്പോർട്ട് കോൾഡ് ദ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എവറി മെമ്പർ ഓഫ് ദ കമ്പനി അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ മീറ്റിംഗ്. അതായത് ഒരു കമ്പനി അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ 21 days മുന്നായിട്ട് എന്താണ് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും, അതായത് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൺസേൺഡ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് കമ്പനി എന്താണ് സെൻഡ് ചെയ്യേണ്ടതാണ്. അതായത് എവറി മെമ്പർ ഓഫ് ദ കമ്പനി അറ്റ്ലീസ്റ്റ് 21 days മുന്നേ തന്നെ എന്താണ് മീറ്റിങ്ങിൻ്റെ മുന്നേ നമ്മൾ ആ ഒരു റിപ്പോർട്ട് സെൻഡ് ചെയ്യണം. ദിസ് റിപ്പോർട്ട് ഈസ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ദെൻ എന്താണ് മെമ്പേഴ്സിന് മാത്രം സെൻഡ് ചെയ്താൽ പോരാ, കമ്പനി രജിസ്ട്രാർക്കും എന്താണ് അത് ഡെസ്പാച്ച് ചെയ്യണം. ദെൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിലുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റേഴ്സാണ് നമ്മളൊരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഡിസ്റ്റിങ്ഷിങ് ആസ് ഫുള്ളി പെയ്ഡപ്പ്, പാർട്ട്ലി പെയ്ഡപ്പ് ആൻഡ് ഷെയർസ് ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സാണ് നമ്മൾ ആ ഒരു മീറ്റിങ്ങിൽ മെയിൻലി നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, അതിൽ തന്നെ ഫുള്ളി പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണ്, പാർട്ട്ലി പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണ്, ബോണസ് ഷെയർസ് ഉണ്ടോ, അതായത് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് ഉണ്ടോ, അല്ലെങ്കിൽ ഷെയർസ് നമ്മളെന്താണ് എംപ്ലോയീസിന് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്താണ് റൈറ്റ് ഷെയർസ് എന്നുള്ളത് പറയുക അല്ലേ, അല്ലെങ്കിൽ സെറ്റ് ഇക്വിറ്റി ഷെയർസ്. ദെൻ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ബൈ ദ കമ്പനി ഫോർ ദ ഷെയർസ് അലോട്ടഡ്. അതായത് ഷെയർ അലോട്ട്മെൻറ്റ് വഴി കമ്പനിക്ക് എത്രത്തോളം എമൗണ്ട് ആണ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. An abstract of the receipt of the company of the payments made up to the date within 7 days of the day of the report. അതുപോലെ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള റെസിപ്റ്റിൻ്റെ അബ്സ്ട്രാക്റ്റ്, അതായത് ക്യാപിറ്റൽ കളക്ഷൻ വഴി കമ്പനിക്ക് കിട്ടിയിട്ടുള്ള റെസിപ്റ്റിൻ്റെ അബ്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ എന്താണ് കമ്പനിക്ക് വന്നിട്ടുള്ള എമൗണ്ട്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ 7 days മുന്നേ ഉള്ള എല്ലാ റെസിപ്റ്റും എല്ലാ എക്സ്പെൻസസിൻ്റെ എന്താണ് ഒരു അബ്സ്ട്രാക്റ്റ് എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൻ്റെ കൂടെ കണ്ടെയ്ൻ ചെയ്യണം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് അതർ മാനേജറിയൽ പേഴ്സണൽ, അതായത് കമ്പനിയുടെ മാനേജേഴ്സിൻ്റെയും ഓഡിറ്റേഴ്സിൻ്റെയും അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൂടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ സിംപിളി പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ 21 days മുന്നേ ആയിട്ട് കമ്പനിയുള്ള എല്ലാ മെമ്പേഴ്സിനും എന്താണ് കമ്പനി ഡയറക്ടേഴ്സ് ഒരു റിപ്പോർട്ട് പാസ് ചെയ്യണം. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി നമ്മൾ കമ്പനി രജിസ്ട്രാർക്കും എന്താണ് ഡെസ്പാച്ച് ചെയ്യണം. Then the details regarding the contracts entered by the company. Then സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിലൊരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി മറ്റ് തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ മറ്റൊരു പുറത്തുള്ളൊരു ഔട്ട്സൈഡ് കമ്പനിയുമായിട്ട് വല്ല കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് അതിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ ദ ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സ് വിച്ച് ആർ നോട്ട് ക്യാരിഡ് ഔട്ട് ആൻഡ് ദ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അതായത് കമ്പനി മറ്റ് അണ്ടർ റൈറ്റേഴ്സുമായിട്ട്, അതായത് കമ്പനിയുടെ ഷെയർസ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കമ്പനി മറ്റ് ബ്രോക്കേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സും എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ കണ്ടെയ്ൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്. ദെൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിനെ നമ്മൾ എന്താണ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആനുവലി, അതായത് ഓരോ 1 year കൂടെ നടത്തുന്ന മീറ്റിംഗ്. ദെൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില എമർജൻസീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ദെൻ ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കാറ്റഗറി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന മീറ്റിംഗ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദെൻ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 96 ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണെന്ന് പറയുന്നത്.
അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് എ മീറ്റിംഗ് ഓഫ് ദ ജനറൽ ബോഡി ഈസ് കോൾഡ് ജനറൽ മീറ്റിംഗ്. അതായത് ഒരു കമ്പനിയിലെ എല്ലാ ബോർഡ് ഓഫ് മെമ്പേഴ്സിൻ്റെയും ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് ഓഫ് ജനറൽ ബോഡി ഓഫ് എ കമ്പനി ഈസ് called general meeting. The purpose of the meeting is to give a full information to members of the progress by the company during the year. അതായത് ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോഗ്രസ് എത്രത്തോളം ആണെന്നുള്ളത് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിനെ നമ്മൾ എന്താണ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ മീറ്റിംഗ് conducted by the company annually with an intention to give a full kind of information to the related party or all the members of the company with an intention to ensuring the progress of the company. ഒരു കമ്പനിയുടെ പ്രോഗ്രസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു ഇയറിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദെൻ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു പീരീഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ദെൻ എവറി കമ്പനി അതർ ദാൻ 1 person കമ്പനി ഷാൾ ഹോൾഡ് ഇറ്റ്സ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ ദ പീരീഡ് ഓഫ് 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ കമ്പനി. അതായത് 1 person കമ്പനി ഒഴികെയുള്ള എക്സെപ്റ്റ് 1 person കമ്പനി മറ്റെല്ലാ കമ്പനീസും അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിട്ട് വിത്തിൻ 9 months ഉള്ളിൽ എന്താണ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് അത് കണ്ടക്ട് ചെയ്യണം. അതായത് ഒരു ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ദെൻ അതിലെന്താണ് വിത്തിൻ 9 months ഉള്ളിൽ, അതായത് വിത്തിൻ ദ പീരീഡ് ഓഫ് 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസിങ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എന്താണ് ക്ലോസ് ചെയ്യുക, ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം 1st April മുതൽ നെക്സ്റ്റ് ഇയർ 31st March വരെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ 31st March ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ എന്താണ് 31st March ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് April 1 മുതൽ വിത്തിൻ 9 months ഉള്ളിൽ എന്താണ് കമ്പനി അതിൻ്റെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ദെൻ സബ്സീക്വൻ്റ് ആയിട്ടുള്ള ജനറൽ മീറ്റിംഗ് എന്താണ് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ്ങിൻ്റെ 6 months ഉള്ളിൽ, അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്തിൻ 1 year ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ 9 months ഉള്ളിൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദെൻ സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 months ഉള്ളിൽ എന്താണ് കണ്ടക്ട് ചെയ്യണം. ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 meetings ഷാൾ നോട്ട് ബി മോർ ദാൻ 15 months. അതായത് 2 മീറ്റിങ്ങിൽ, അതായത് ഫസ്റ്റ് ആനുവൽ മീറ്റിങ്ങും സബ്സീക്വൻ്റ് ആനുവൽ മീറ്റിങ്ങും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് 15 മാസത്തിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. Every annual general meeting shall be called during business hours, that is between 9 AM and 6 PM on any day that is not a national holiday, and shall be held either at the registered office of the company or at some place within which the registered office of the company is situated. അപ്പോൾ അതിൻ്റെ ബിസിനസ് അവേഴ്സിൽ അല്ലെങ്കിൽ ബിസിനസ് ടൈമിലാണ് നമ്മൾ എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 AM മുതൽ 6 PM വരെയാണ്. നാഷണൽ ഹോളിഡേ എക്സെപ്റ്റ് ആയിട്ടുള്ള മറ്റെല്ലാ ഡേയ്സും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയാണോ കമ്പനിയുടെ രജിസ്ട്രാർ ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ പ്ലേസിലോ ആണ് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണ് കണ്ടക്ട് ചെയ്യുക.